ടെസ്സി കൊട്ടിയൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 1.5 വർഷത്തോളമായിട്ട് എൻ്റെ നടുവിനൊക്കെ നല്ല പെയിനായിരുന്നു, ബോഡി മൊത്തം പെയിനായിരുന്നു. എനിക്ക് 2 മിനിറ്റ് പോലും ഒന്ന് എഴുതാനോ ഒന്നിനും പറ്റുമില്ലായിരുന്നു. അപ്പോഴത്തേക്കും കൈയൊക്കെ അങ്ങ് വല്ലാണ്ട് പൊട്ടുന്ന ഒരു വേദനയായിരുന്നു. കൈ നിവർത്താനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കുമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു വീഡിയോ കാണാൻ തന്നു, ഇവിടുത്തെ ടോക്ക് തന്നെയായിരുന്നു. അത് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് അത് കണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എനിക്ക് 1.5 വർഷത്തോളമായിട്ട് ഞാൻ അധികം വെയിറ്റ് ഒന്നും എടുക്കില്ലായിരുന്നു, വെയിറ്റ് എടുക്കാൻ പറ്റില്ലായിരുന്നു. കൈ പകുതിയെ പൊങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം കൈ നന്നായിട്ട് ഉയർത്താനും എൻ്റെ ഷോൾഡറൊക്കെ എനിക്ക് പൊട്ടിപ്പോകുന്ന വേദനയായിരുന്നു. വേദനയെടുത്ത് എനിക്ക് പൊള്ളുന്ന ഒരു അനുഭവമായിരുന്നു. അതൊക്കെ മാറി ഈശോ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള നിരന്തരമായ രോഗപീഠയിൽ നിന്ന് എത്ര ആശുപത്രിയിൽ പോയി? ആശുപത്രിയിൽ ഒരു 5-6 ആശുപത്രിയിൽ പോയി. കുറേ ടെസ്റ്റുകൾ ചെയ്തു, കുറേ മരുന്നുകൾ കഴിച്ചു. എനിക്ക് മരുന്ന് കഴിക്കുമ്പോഴൊക്കെ കൂടുന്ന അനുഭവം അല്ലാണ്ട് ഒട്ടും കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സുവിശേഷത്തിൽ 12 വർഷമായിട്ടുള്ള ആ രക്തസ്രാവക്കാരിയുടെ കഥ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അവൾക്കുള്ളതെല്ലാം വ്യയം ചെയ്ത്, അതായത് അവൾ പല ചികിത്സകൾ ചെയ്ത് അവൾക്കുള്ളത് നഷ്ടപ്പെടുത്തുകയും രോഗം വർദ്ധിക്കുകയും ചെയ്തതല്ലാതെ അല്ലേ ഒന്നും കുറവുണ്ടായില്ല. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. എത്ര സമയമെടുത്തു സൗഖ്യപ്പെടാൻ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ തന്നെ 1.5 വർഷമായിട്ട് 5-6 ആശുപത്രികളിൽ കയറി ഇറങ്ങി പല മരുന്നുകളും ടെസ്റ്റുകൾക്ക് ശേഷം പിന്നെയും ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഭാവി ഇങ്ങനെ ഒരു തരത്തിൽ ഞാൻ സിസ്റ്റർ ആകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഫോർമേഷനിലായിരുന്നു. അവിടുന്ന് എനിക്ക് സുഖമില്ലാണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. ഇനിയിപ്പം പോകുന്നത് എങ്ങനെയാണ്, തിരിച്ചു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാനിങ്ങനെ ഭയങ്കര വേദനിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ എത്തുന്നത്. ശരിക്കും കർത്താവിൻ്റെ ഒരു പ്രേരണ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തി ഇനിയിപ്പം തിരിച്ചു പോകാനുള്ള ഒരു ഇതിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, വാതിലുകൾ അടഞ്ഞു എന്ന് കരുതുന്ന നിമിഷങ്ങളുണ്ട്. മനുഷ്യൻ്റെ കണക്കുകൾ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ കണക്കുകൾ തുറക്കുന്നത്. ഹല്ലേലൂയ.